ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴും ചൂടുകാലത്തിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒരു 1/4 കപ്പ് പാലിൽ കട്ടകളൊന്നുമില്ലാതെ ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാലിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കസ്റ്റർഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ആകുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് കുറുകി കിട്ടൽ തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്ക് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ല പോലെ തന്നെ ഇപ്പം തന്നെ നമ്മൾ കുറുക്കി എടുക്കണില്ല കേട്ടോ. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മളിത് 2 മണിക്കൂർ നേരം തണുപ്പിക്കുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല പോലെ കുറുക്കി എടുക്കണ്ട. അങ്ങനെ അതാ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സമയം ആവണം കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് ആപ്പിളും അതുപോലെ തന്നെ 1/2 കപ്പോളം പഴം, 1/4 കപ്പ് മുന്തിരി, പിന്നെ ഒരു സ്ട്രോബെറി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ അനാറ് ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പാടന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ലൂസും അല്ല, എന്നാൽ നല്ല പോലെ കട്ടി കിട്ടൂല കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.